നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അടുത്തയാഴ്ച 13-14 തീയതികളിൽ മധുസൂദന മിസ്ത്രി അധ്യക്ഷനായ സ്റ്റിയറിംഗ് കമ്മിറ്റി കേരളത്തിൽ വരും. KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അടുത്തയാഴ്ച രൂപീകരിക്കും. ആർ ശ്രീജിത്ത് വീണ്ടും ചേരുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഗുഡ് മോർണിംഗ്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. ജനുവരി 20-നകം ആദ്യ പട്ടിക പ്രഖ്യാപിക്കുമെന്ന് നേരത്തെ തന്നെ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചുള്ള നടപടിക്രമങ്ങളുടെ തുടങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ കേരളത്തിലെത്തുന്നത്. മുതിർന്ന നേതാവായ മധുസൂദന മിസ്ത്രി അധ്യക്ഷനായ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിനായി രൂപീകരിച്ചിട്ടുള്ളത്. ഈ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആദ്യ വരവാണ് ഈ 12-13 തീയതികൾ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. ഈ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരായി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിക്കാൻ നേതാക്കന്മാർക്ക് അവകാശമുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച് മറ്റ് പഠനങ്ങൾ കൂടി നടത്തിയ ശേഷമായിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക. എന്തായാലും ഈ മധുസൂദന മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി 12-13 തീയതികളിൽ ഇവിടെ എത്തും. അതിനുശേഷം ആണ് തീരുമാനങ്ങളും ചർച്ചകളിലേക്കും കടക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി കേരളത്തിൽ ഒരു ഇലക്ഷൻ കമ്മിറ്റി കൂടി രൂപീകരിക്കുന്നുണ്ട്. KPCCയുടെ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയ്ക്ക് അകത്തുണ്ടാകുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്നലത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിലുള്ള ഒരു പഠന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അവരുടെ പഠന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് പോരായ്മകളുള്ളത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൻ്റെ പ്രവണത അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ടാണ് സുനിൽ കനകോലു അവതരിപ്പിച്ചത്. അക്കാര്യത്തിൽ രാഷ്ട്രീയമായ കൂട്ടിച്ചേർക്കലുകളും മറ്റും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഈ ചർച്ചയിൽ കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. അതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലുള്ളതായിരിക്കും ഇനി വരാൻ പോകുന്ന മിഷൻ 2026 ഡോക്യുമെന്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.